ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഓരോ കേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ഓരോ കേക്ക്. അപ്പോൾ ഓരോ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഫുള്ള് കാണുക. ആകെ 3 സാധനങ്ങളെ ഗൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. എന്തൊക്കെ സാധനങ്ങൾ പറയാമയാ? ഞാനാണ് മാസ്റ്റർ ഷെഫ് ഗൈസ്. ഒന്ന് ബേക്കിംഗ് പൗഡർ, പിന്നെ ഓറിയോ ബിസ്ക്കറ്റ്, മിൽക്ക് പാല്, മിൽക്ക് അതന്നെ. അപ്പോൾ അതിനാവശ്യമുള്ള ഓറിയോ ബിസ്ക്കറ്റ്, പിന്നെ അതിനാവശ്യമുള്ള പാല്, മിൽക്ക്, പിന്നെയാണ് ബേക്കിംഗ് സോഡ. ഇതവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവരെ ഓരോരോ പണി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതാ ആദ്യം ഓറിയോ ബിസ്ക്കറ്റ് നമ്മ ക്രീമും അതിന്റെ ബിസ്ക്കറ്റും വേർതിരിക്കുകയാണ്. ഇവര് രണ്ടാളുമാണ് ഗൈസ് നമ്മളെ ഷെഫ്. ഓക്കെ ഗൈസ്. അപ്പൊ ഗൈസ് ഇതാ നമ്മുടെ ഓറിയോ എല്ലാം ഇവര് എല്ലാരും കൂടിയിട്ട് എങ്ങനെയല്ലോ ക്രീമും ഇതും വേർതിരിച്ചിട്ടുണ്ട്. ഇനി നമ്മ ഈ ഓറിയോന്റെ ബിസ്ക്കറ്റ് മാത്രം, ക്രീമല്ല ബിസ്ക്കറ്റ് മാത്രം അരക്കും. എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. പൊടിക്കണം. ഇത് നല്ലോണം പൊടിച്ചെടുക്കണം. പിന്നെ മിക്സിയിലുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല വൃത്തിക്ക് തുടച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇത് സൈഡിലെല്ലാം ഒട്ടിപ്പിടിക്കും. നല്ല വാങ്ങൽ പൊടിഞ്ഞിരിക്കണം. ഈ പൊടിയെല്ലാം ഈ പ്ലേറ്റിലേക്ക് വാങ്ങും. നല്ലോണം പൊടിഞ്ഞു വന്ന ഓറിയോ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. അത്രയും കേക്കൊന്നും ചെറിയ കേക്ക് ആയിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന ഒരു ബ്രൗണി രൂപത്തിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. അപ്പൊ ഗൈസ് ഇത് ബോണി തുടച്ചിട്ട് ഇപ്പൊ ചോദിച്ചത് വേറൊന്നും അല്ല, വെള്ളം ഉണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷെ ഇപ്പൊ വെള്ളം ആയ കുഴപ്പമില്ല. ഈ ബോണിലേക്ക് നമ്മൾ പാല് വയ്ക്കുന്നത്. അപ്പൊ പാലിന്റെ അപ്പുറം അതിങ്ങനെ അലിഞ്ഞേത് നിങ്ങൾക്ക് അറിയാലോ, അതേപോലെ ആയിക്കോളും. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ബേക്കിംഗ് സോഡ. ഇപ്പൊ നമ്മൾ ഇതിലേക്ക് ക്രീം ഇടുന്നു. അപ്പൊ അത് നല്ലോണം ഇപ്പൊ ഇത് എല്ലാവരും കൂടി നമ്മളെ ബാറ്റർ നല്ലോണം ഇളക്കി ആ വെള്ള ക്രീമൊക്കെ ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത് നമ്മളെ സാധനത്തും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളാ. മൈക്ക് ഇടയുള്ളത്. അപ്പൊ ഞാൻ ഇതാണ് നന്നായി ഇളകി. ക്യാമറ ഇതിൻ്റെ ഉള്ളിൽ മുക്കടോ. ഇപ്പൊ നമ്മളെ വിസ്മയാക്കുന്നുണ്ട്. അപ്പൊ ഇതാ നമ്മളെ ബാറ്ററി ഇടാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇളക്കി ഇടാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളിതാ ഈ ചെറിയ പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഇതിൽ കുറച്ച് എണ്ണ പറ്റണം നല്ലതായിരിക്കും. ഇതിൽ ഇളകി പോരാൻ പ്രയാസമായിരിക്കും. എണ്ണ പരട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് വെച്ചു. അപ്പോൾ നല്ല ലൂസായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കേക്കിന്റെ ഇത് നമ്മൾ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ചൂടാവാൻ. ഇത് നമ്മളെ ഒരു വലിയ പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ പ്ലേറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് അടച്ചു വെക്കണം. അതാണ് അതിൻ്റെ മെത്തേഡ്. ഇതിനെത്ര സമയം വേണ്ടി വരും മാസ്റ്റർ ഷെഫ്? ഇതിന് ഒരു 1/4 മണിക്കൂർ, അരമണിക്കൂർ അതിനുള്ളിൽ റെഡിയാവും. പിന്നെ ഒരു കോലുകൊണ്ട് കുത്തിയിട്ടെടുക്കുമ്പോൾ അതിൽ പറ്റിയിട്ടില്ലെങ്കിൽ അത് സെറ്റായി അർത്ഥം. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിയാൽ. ഓക്കെ. അപ്പൊ നമുക്ക് അപ്പൊ ഇതാ നമ്മ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ കേക്ക് ഇതാ നമ്മളെ അടുപ്പിലുണ്ട്. അപ്പൊ ഇതാ നമ്മളെ ഡയറി മിൽക്ക്
ഒന്ന് ഡബിൾ ബോയിൽ നമ്മളെ ഡയറി മിൽക്കിനെ ഡബിൾ ബോയിൽ ചെയ്യുന്നു. പക്ഷെ ഡബിൾ ബോയിലിങ് കുറച്ച് പണിയായതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇത് മുക്കിയിടാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ് ഇതാ നമ്മളെ ഡയറി മിൽക്ക് തുറന്നപ്പോൾ തന്നെ നല്ല പീസീസ് ആക്കിയിട്ടുണ്ട്. ഞാൻ ആക്കിയതാണ്. ഇത് നമ്മളെ ചൂടുവെള്ളം വെച്ച പാത്രത്തിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത പോലെ തന്നെയാവും. ഗൈസ് ഇവിടെ ഭയങ്കരമായ പണിയിലാണ്. നമ്മൾ ചോക്ലേറ്റ് ഡബിൾ ബോയിലിങ് ചെയ്യുന്ന പണിയിലാണ്. നേരത്തെ ചൂടുവെള്ളത്തിൽ മുക്കിയിടാന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മളെ ചൂടുവെള്ളം ചതിച്ചു. ചൂടുവെള്ളം വേഗം ആറുന്നു. സോ നമ്മൾ എന്താ വിചാരിച്ചു, നമ്മൾ തീമ വെച്ചിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. ഗൈസ് അപ്പൊ നമ്മള് സ്റ്റൗ ഓഫ് ആക്കാൻ പോവുകയാണ്. നമ്മളെ കേക്ക് ഇവിടെ ആയി എന്ന് തോന്നുന്നു. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കൂ. ഇപ്പൊ തൽക്കാലം അങ്ങ് ഓഫാക്കി വെച്ചു. ഗൈസ് നല്ല അടിപൊളി കേക്കാണ്. ഓറിയോ കേക്കാണ്. നല്ല അടിപൊളിയായിരിക്കും. തണുത്ത കേക്ക് ആയാൽ നല്ല രുചി ഉണ്ടാവും. ചൂട് കേക്ക് ആയാൽ അത്ര രുചി ഉണ്ടാവൂല. കാരണം കേക്കുകൾ തണുത്താലാണ് രുചി ഉണ്ടാവല്. അവസാനം നമ്മൾ ഡയറി മിൽക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. നല്ല അടിപൊളി കേക്ക് ആയിരിക്കും ആയിരിക്കും തോന്നുന്നു. നല്ല ഭാവിയിൽ കഴിക്കാം. നമുക്ക് നല്ല തണുപ്പിച്ച് തന്ന ക്ഷമയൊന്നും ഇല്ല. അപ്പൊ ഗൈസ് നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ കേക്ക്. അപ്പൊ എല്ലാവർക്കും